10th സ്റ്റാൻഡേർഡ് മാത്സ് പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ ദ അരിത്തമെറ്റിക് സീക്വൻസ്. അവിടെ താഴെ കൊടുത്തിരിക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം. അതായത് താഴെ കൊടുത്തിരിക്കുന്നത് സമാന്തര ശ്രേണിയാണോ നോക്കണം. ഈ സമാന്തര ശ്രേണി എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു നമ്പറിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരേ നമ്പർ ആഡ് ചെയ്ത് പോകുന്നത്. അത് അസെൻഡിങ് ഓർഡറിലായാലും കുഴപ്പമില്ല, ഡിസെൻഡിങ് ഓർഡറിലായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരു ശ്രേണി, അങ്ങനെയുള്ള ഒരു പാറ്റേണിനാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. അപ്പോൾ ഫസ്റ്റ് നമുക്കവിടെ ഗിവ് റീസൺ ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിനെന്ത് കാണണം? നമ്മൾ കോമൺ ഡിഫറൻസ് കാണണം. അതായത് ഏത് നമ്പറാണ് കൂട്ടി പോകുന്നതെന്ന് കാണണം. ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളോട് റിമൈൻഡർ ഏതാണോ ഉള്ളത്, അതായത് റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഏതാണോ ഡിവൈഡ് ചെയ്യുന്നത് 4. അപ്പോൾ 1 നിന്ന് തുടങ്ങിയിട്ട് 4 ആഡ് ചെയ്ത് പോവാം. നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാലൻസ് വരുന്നതും 2 ബാലൻസ് വരുന്നതും. അപ്പോൾ നമുക്ക് 1 ബാലൻസ് വരുന്നതെന്ന് പറയുമ്പോൾ തുടങ്ങുമ്പോൾ 1 തുടങ്ങാം, 2 ബാലൻസ് എന്ന് പറയുമ്പോൾ 2 തുടങ്ങാം. അപ്പോൾ രണ്ടും ഒരേ ക്വസ്റ്റ്യനിലായതുകൊണ്ട് നമ്മുടെ പാറ്റേണിൽ 1 2. പിന്നെ അടുത്തത് 1നോട് 4 ആഡ് ചെയ്ത 5 വരും. പിന്നെ 2നോട് 4 ആഡ് ചെയ്ത 6 വരും. അപ്പോൾ 1 2 എന്ന് പറഞ്ഞിട്ട് പിന്നെ 5 6. പിന്നെ വീണ്ടും അതിനോട് 4 ആഡ് ചെയ്തത് 9 10. അങ്ങനെയുള്ള ഒരു പാറ്റേണാണ് വരിക. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 9 അങ്ങനെ വരും. അടുത്തത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 1ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/1 ആണ്. 2ൻ്റെ റെസിപ്രോക്കൽ 1/2 ആണ്. ഒരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 3/4 ആണെങ്കിൽ നമുക്കതിനെ 4/3 എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്പറിൻ്റെ മാത്രമാണെങ്കിൽ അതിന് 1/2. ഇപ്പോൾ 2ൻ്റെ റെസിപ്രോക്കൽ 1/2, 5ൻ്റെ റെസിപ്രോക്കൽ 1/5 അങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക. അപ്പോൾ റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1/1, 1/2, 1/3, 1/4, 1/5, 1/6 അങ്ങനെ പോകും. അടുത്തത് പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ പവർ 1, 2ൻ്റെ പവർ 2, 2ൻ്റെ പവർ 3 അങ്ങനെയാണ്. 2/1, 2/2, 2/3 അങ്ങനെ പോകും. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1/2. പിന്നെ നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ ആണ് 3/2, 5/2, 7/2, 9/2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് അറിയണം നമുക്കല്ലേ. നമ്മുടെ ആൻസേഴ്സിൽ വരുന്നത് ഫസ്റ്റ് നമ്മുടെ 1ൽ തുടങ്ങിയിട്ട് 4 ആഡ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട്, അതായത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത്. ലിവിങ് 1 റിമൈൻഡർ ഓൺ ഡിവിഷൻ ബൈ 4. 1 5 9 13. അപ്പോൾ ഇത് എപ്പോൾ 4 ആഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇത് സമാന്തര ശ്രേണി ആണ്. യെസ്. ഇനി അടുത്തത് പറയുന്നത് എന്താണ്? നമ്മളോട് 1ഉം 2 റിമൈൻഡർ വരുന്നതാണ്. അപ്പോൾ 1ഉം 2ഉം തീർച്ചയായിട്ടും വരണം. പിന്നെ 1നോട് 4 ആഡ് ചെയ്ത് പോകാൻ വേണം. 1 റിമൈൻഡർ വരണം, 2 റിമൈൻഡർ വരണം. അപ്പോൾ അതിൽ 1 റിമൈൻഡർ വരുമ്പോൾ 1 5 9 അങ്ങനെ പോകും, നമ്മുടെ മോളിൽ എഴുതി തന്നെ. പിന്നെ 2 റിമൈൻഡർ വരുമ്പോൾ 2നോട് 4 ആഡ് ചെയ്ത 6 10 അങ്ങനെ വരുന്ന പാറ്റേണും വേണ്ട. അപ്പോൾ ഇത് എന്താണ്? ഇവിടെ 1 കൂട്ടി, ഇവിടെ 3 കൂട്ടി, അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ എപ്പോഴും ഒരേ സംഖ്യയല്ല ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സമാന്തര ശ്രേണി അല്ല. ഇറ്റ് ഈസ് നോട്ട് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പവേഴ്സ് ആണ് അല്ലേ. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, പവേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അതെന്താണ്? ഒരിക്കലും പാറ്റേൺ ആവില്ല. 1 4 9 ഒരിക്കലും പാറ്റേൺ അല്ല. അതിനടുത്തത് വരുന്നത് നമ്മുടെ റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1/1, 1/2, 1/3. ഇതൊരിക്കലും ആവില്ല, കാരണം ഒരേ നമ്പർ അല്ല കൂട്ടിപ്പോകുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും താഴെ ഒന്ന് കൂടിയല്ലേ വരുന്നത്, അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആവില്ലേന്ന്. പക്ഷെ നമുക്ക് 1/2നോട് ഒരു നമ്പർ ആഡ് ചെയ്താൽ 1/3 കിട്ടും, വേറൊരു നമ്പർ ആഡ് ചെയ്താലാണ് 1/4 കിട്ടുക. അപ്പോൾ അതൊരിക്കലും എന്താവില്ല, അരിത്തമെറ്റിക് സീക്വൻസ് ആവില്ല. നെക്സ്റ്റ് നമ്പർ 5, റോമൻ നമ്പർ 5 പവേഴ്സ് ഓഫ് 2 ആണ്. 2/1, 2/2, 2/3, 2/4, 2/5. അതിൻ്റെ ആൻസറിൽ വരുന്നത് 2/1 2 ആണ്, 2 സ്ക്വയർ 4 ആണ്, 2 ക്യൂബ് 8 ആണ്, 2/4 16, 2/5 32 എക്സെട്ര എന്ന് വരും. അതിന് 6 ക്വസ്റ്റ്യൻ നമ്പർ 6 വരുന്നതിൽ നമ്മൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല കേട്ടോ. എല്ലാം എന്താണ് വരുന്നത്? ഇൻറ്റ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ. 2 × 2, 4 × 2, 8 × 2, 16 അങ്ങനെ വരുന്നതാണ്. അത് GPയിലാണ്, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ +1 പഠിക്കും. അത്
ക്വസ്റ്റ്യൻ നമ്പർ 6 1/2 1 അത് ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫാണ് പറയുന്നത്. 1 3 5 7 ആണ് ഓഡ് നമ്പേഴ്സ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/2 3/2 5/2 7/2. 1/2 1/2 തന്നെ. 3/2 നമുക്ക് 1.5 എന്ന് എഴുതാം. 5/2 2.5 എന്ന് എഴുതാം. 7/2 3.5 എന്ന് എഴുതാം. അപ്പോൾ ഹാഫിനോട് 1 ആഡ് ചെയ്താലാണ് 1.5 കിട്ടും. പിന്നെ 1 ആഡ് 2.5 3.5 4.5 അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 സീ ദീസ് പിക്ചേഴ്സ്. അവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 സ്ക്വയേഴ്സാണുള്ളത്, സമചതുരങ്ങൾ. ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇങ്ങനെ 10 എണ്ണം ഉണ്ട്. ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഇതിൽ ഓരോ ഫിഗറിലും എത്ര ചെറിയ സമചതുരങ്ങൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ 2 ആണ് അല്ലേ, ഇവിടെ 2 എണ്ണമാണ്. ഈ ഫിഗറിലോ 4 ഉണ്ട്, ഈ ഫിഗറിൽ 6, ഈ ഫിഗറിൽ 8 സ്മോൾ, അതായത് കള്ളിക്കളി 1 2 3 4 5 6 7 8 എണ്ണുണ്ട്. അടുത്ത ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്. ഇവിടെ എത്തുമ്പോൾ ലാർജ് സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ ആണ്. ഇപ്പോൾ ഇവിടെ 0 ആണ്. ഇവിടെ ഇതാ ഒരെണ്ണം വലുത്. ഇവിടെ എത്തുമ്പം ഈ ഒരെണ്ണം ഇങ്ങനെയും വരും, പിന്നെ ഒരെണ്ണം ഇങ്ങനെയും വരും. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഉണ്ടാവും. ഇവിടെ എത്തുമ്പോൾ അത് 3 ആവും. ഒന്ന് ഇങ്ങനെയും വരും, പിന്നൊന്ന് ഇങ്ങനെയും വരും, പിന്നൊന്ന് ഇങ്ങനെയും വരും. അപ്പോൾ അങ്ങനെ 3 എണ്ണമാണ് ഉണ്ടാവുക. അത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇറ്റ് പിക്ചർ. ടോട്ടൽ സ്ക്വയേഴ്സ് എത്രയാണ് വരിക എന്നാണ്. അപ്പോൾ ഇതിൽ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. ഇവിടെ എത്തുമ്പം സ്മോള് 1 2 3 4 സ്മോള്, പിന്നെ ഒന്ന് വലുതും. അപ്പോൾ 5 എണ്ണം വരും. ഇവിടെ എത്തുമ്പം 6 ചെറുതുണ്ട്, അതിൻ്റെ കൂടെ 7ഉം 8ഉം. പിന്നെ ഇവിടെ എത്തുന്ന സമയത്ത് 8 ഇതുണ്ട്. ആ 8ൻ്റെ കൂടെ വലുത് വരുന്നതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ ഒരു മോഡലാണ് 1 വരിക, 2 വരിക, 3 വരിക. അപ്പോൾ 11 എണ്ണം വരും മൊത്തത്തിൽ. അപ്പോൾ ഇത് നമ്മൾ പാറ്റേൺ ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് ഫിഗറിലാണെങ്കിൽ അത് 2 ആണ്, സ്മോളാണ്. സ്മോൾ സ്ക്വയേഴ്സ് നമ്പർ ഓഫ് എന്നോ എന്ന് എഴുതിയത് നോ ഓഫ് എന്നല്ല, നമ്പർ ഓഫ് എന്നുള്ളതാണ്. നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് ഇൻ ഫസ്റ്റ് ഫിഗർ 2 ആണ്, സെക്കൻഡ് ഫിഗർ 4 ആണ്, തേർഡ് ഫിഗർ 6 ആണ്, ഫോർത്ത് ഫിഗർ 8 ആണ്. നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ് ഇൻ ഫസ്റ്റ് ഫിഗർ 0, ഒന്നുമില്ല ലെവൽ, അത് റെക്റ്റാങ്കിളിൻ്റെ രൂപമാണ്. സെക്കൻഡ് ഫിഗറിൽ 1, വലുത് 1 ഉണ്ടാവുക. തേർഡ് ഫിഗറിൽ 2, ഫോർത്ത് ഫിഗറിൽ 3. നമ്പർ ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ്. ടോട്ടൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് 2ഉം 0ഉം ആഡ് ചെയ്യുക, പിന്നെ 4ഉം 1ഉം ആഡ് ചെയ്യുക, 6ഉം 2ഉം ആഡ് ചെയ്യുക, 8 കിട്ടും അല്ലേ. അതുപോലെ 8ഉം 3ഉം 11. അങ്ങനെ നമ്പർ ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ് ഫസ്റ്റ് ഫിഗറിൽ ടോട്ടൽ 2 ആണ്. സെക്കൻഡ് ഫിഗറിലാകുമ്പം കുഞ്ഞത് നോക്കിയിട്ട് ചെയ്യാം. 4 എണ്ണം ഉണ്ടാവും ചെറുത്, പിന്നെ ഒരു വലുതും ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുക. നമ്മളോട് അത് പാറ്റേൺ ആയിട്ട് എഴുതാൻ പറയുന്നുണ്ട്. സീക്വൻസ് ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 2 4 6 8, അത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. സീക്വൻസ് ഓഫ് ലാർജ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 0 1 2 3, അത് എന്താണ്, അതും യെസ് തന്നെയാണ്. സീക്വൻസ് ഓഫ് ടോട്ടൽ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 2 5 8 11, അതും എന്ത് തന്നെയാണ്, അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇൻ ദ പിക്ചർ ബിലോ ദ പെർപെൻഡിക്കുലേഴ്സ് ഡ്രോൺ ഫ്രം ദ ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. അതായത് ഇവിടെയുള്ള ഈ റെഡ് കളറുള്ള കുത്തനെയുള്ള വര എന്താണ്, ഒരേ സ്പേസ്. അതായത് ഇവിടുന്ന് ഇവിടത്തേക്കും ഇവിടുന്ന് ഇവിടത്തേക്കെല്ലാം എന്താണ്, ഒരേ ദൂരമാണ്. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ഹൈറ്റ്സ് ഓഫ് പെർപെൻഡിക്കുലേഴ്സ് ഓൺ കണ്ടിന്യൂയിങ് ദീസ് ഫോം എൻ അരിത്മെറ്റിക് സീക്വൻസ്. നമ്മുടെ ഈ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എന്തിലാണെന്ന് പറയണം, ഒരു അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് പറയണം. ഈ ലൈനിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഡ്രോ പെർപെൻഡിക്കുലർ ഫ്രം ദ ടോപ്പ് ഓഫ്, അത് ഹിൻ്റാണ് അവിടെ ഉള്ളത്. പെർപെൻഡിക്കുലർ ലൈൻ ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലേഴ്സ് ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലർ. അവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് കുറച്ച് ലൈനൊക്കെ വരയാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പം നമ്മുടെ ഫിഗറിൽ നമ്മൾ എന്താണ്, ഇങ്ങനെ ഒരു വരയും കൂടെ വരക്കുക. അതായത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഈ വരേൻ്റെ പെർപെൻഡിക്കുലറാണിത്, ഈ വരേൻ്റെ പെർപെൻഡിക്കുലർ, ഈ വരേൻ്റെ പെർപെൻഡിക്കുലർ. ഇപ്പം നമുക്കൊരു കാര്യം അറിയാം, ഈ ഗ്യാപ്പ് ഉണ്ടോ, ഈ ഗ്യാപ്പും ഇതൊക്കെ എന്താണ്, സെയിം ആണ് അല്ലേ. അതേ ലെങ്ത്ത് തന്നെയാണ് ഇവിടെ വരിക. ഇതൊക്കെ എന്താണ്, സെയിം ആയിട്ടാണ് വരിക. അതുകൊണ്ട് അത് മാത്രമല്ല നമുക്ക് ഒരു കാര്യം കൂടി അറിയാം, ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്, പിന്നെ ഇത് പാരലൽ ലൈൻ ആയതുകൊണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എന്തായിരിക്കും, ഈക്വലേറ്ററൽ ട്രയാങ്കിളും ആയിരിക്കും, സെയിം ആംഗിൾ. അപ്പോൾ ഇത് സെയിം, ഈ ആംഗിള്, ഇവിടെയുള്ള ആംഗിളൊക്കെ സെയിം ആംഗിൾ ആക്കും. അപ്പോൾ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും സെയിം ആയിരിക്കും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോണുകൾ തുല്യമായാൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. ഇഫ് ആംഗിൾസ് ആർ ഈക്വൽ ദെൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ എന്ന് പറഞ്ഞിട്ട്
ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഡെഫിനിഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അവിടെ. ഇനി നമുക്കതിൻ്റെ സീക്വൻസ് ഓഫ് ഹൈറ്റ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് എന്ന് പറയുന്നത് നോക്കിയാൽ, ഞാനിത് ഈ ഫസ്റ്റ് ഹൈറ്റ് എക്സ് എടുത്തു. അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെയുള്ളതും എക്സ് ആണ് വരിക. പക്ഷേ ഇവിടെ ഇത്ര കൂടുന്ന ലെങ്ത്ത് ഡി എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഇത് ഡി ആണ്, ഇതും ഡി ആണ്, ഇതും ഡി ആണ്. ഇതെല്ലാം സെയിം യൂണിറ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ, ഈ കുത്തനെയുള്ള വര എക്സ് ആയാൽ ഈ വര എക്സ് പ്ലസ് ഡി ആയിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തേതെന്ന് പറയുന്നത് ഇതിനോട് ഡി കൂട്ടിയത്, അതായത് ഈ വരയനോട് ഡി കൂട്ടിയത്. എക്സ് പ്ലസ് ഡിനോട് വീണ്ടും ഡി കൂട്ടുമെന്ന് പറയുമ്പോൾ അത് എക്സ് പ്ലസ് 2d ആവും. പിന്നെ ഈ തൊട്ടടുത്ത വര എന്ന് പറയുന്നതും ഓരോ വരയും, ഓരോ തൊട്ടടുത്ത വരയും ഓരോ പ്രാവശ്യവും ഡി കൂട്ടിയിട്ടാണ് പോവുക. ഓർമ്മിക്കേണ്ട കാര്യം, ഇവിടുന്ന് ഇത്ര വരെ എക്സ് ആണ്, അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെയും എക്സ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഈ അകലം ഡി എടുത്തു കഴിഞ്ഞാൽ ഈ വര എക്സ് പ്ലസ് ഡി ആണ്. അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ വര തന്നെയല്ലേ ഈ വര ഉണ്ടാവുക. ഇവിടുന്ന് ഇത്ര വരെയും ഇവിടുന്ന് ഇത്ര വരെയും സെയിം ആയിരിക്കും. അപ്പോൾ അത് ഈ വരേൻ്റെ നീളം എക്സ് കിട്ടി, ഈ വര എക്സ് പ്ലസ് ഡി ആയി. അപ്പോൾ എക്സ് പ്ലസ് ഡിനോട് ഡി ആണ് കൂട്ടേണ്ടത്. ഇത് മൊത്തമാണ് ഡി എക്സ് പ്ലസ് ഡി വന്നത്. അപ്പോൾ ഇവിടുന്ന് ഇത്ര വരെയുള്ളത് കാണാൻ എക്സ് പ്ലസ് ഡിനോട് വീണ്ടും ഡി, അപ്പോൾ എക്സ് പ്ലസ് 2d ആയി. ഇനി ഇവിടെ എത്തുമ്പോൾ 2d ആണ് ഉണ്ടാവുക. ഇത് ഇത്ര വരെ 2d ആണ്, അതിനോട് വീണ്ടും ഡി കൂട്ടി, അപ്പോൾ എക്സ് പ്ലസ് 3d ആയി. അപ്പോൾ ഇങ്ങനെ ഡി ഒരു നമ്പറാണ് കൂട്ടിപ്പോകും. എപ്പോഴും ആ ഒരു ഡി എന്ന് പറയുന്ന ലെങ്ത്താണ് കൂട്ടിപ്പോകുന്നത്. ആദ്യം എക്സ്, പിന്നെ എക്സ് പ്ലസ് ഡി, പിന്നെ എക്സ് പ്ലസ് 2d, അടുത്തത് എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d, അങ്ങനെ പറഞ്ഞിട്ട് പോകും. അപ്പം അതുകൊണ്ട് ഡി എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കൂട്ടിപ്പോകുന്നത് കൊണ്ട്, ഒരു ആൽഫബറ്റിന് കൂട്ടിപ്പോകുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതും എന്ത് തന്നെയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത സെക്ഷനുമായിട്ട് വരും വരേക്കും ബൈ.